ഇതാ ഇപ്പോഴേ താഴേക്ക് വരുന്ന ആ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ നൽകേണ്ടത്. ഇതുവരെ ഈ രക്ഷാദൗത്യം നടത്തി ഒരു പോറൽ പോലും ഏൽക്കാതെ ഏതാണ്ടൊരു നമ്മൾ ഒരു ഭീതി അല്ലെങ്കിൽ ആശങ്ക അതിൻ്റെ മുൾമുനയിൽ നിന്ന് മുഴുവൻ ആളുകളെയും സുരക്ഷിതരായി താഴേക്ക് എത്തിച്ചത് അദ്ദേഹമാണ്. ഫയർഫോഴ്സിലെ ഈ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനാണ് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ നൽകേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അല്പസമയത്തിനകം രാഹുൽ അവിടെ നിന്ന് എത്തിക്കും. ഈ ദൗത്യത്തിൽ ഇതൊരു 2 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് അദ്ദേഹം താഴേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഈ സമയത്ത് അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. 2-2.5 മണിക്കൂറിലധികം അതിന് മുകളിൽ ഇത്രയും ഉയരത്തിൽ കുടുങ്ങുക, താഴേക്ക് എപ്പോഴെത്താൻ കഴിയുമെന്നതിൽ ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയുണ്ടാവുക, അത്തരമൊരു ആശങ്ക ഉണ്ടാക്കുന്ന മണിക്കൂറുകളാണ് കടന്നുപോയത്. അതിനൊടുവിൽ അവരെ സുരക്ഷിതരായി, ആ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വളരെ സുരക്ഷിതരായി താഴേക്ക് കൊണ്ടുവന്നു. ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് അതിന് മുഴുവൻ നേതൃത്വം നൽകിയത്. ഈ ഘട്ടത്തിൽ അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകും എന്ന് കരുതാം. ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഇത്തരം ദൗത്യങ്ങൾ പുതുമയല്ല, ആദ്യമല്ല, നിരന്തരമായി അവരുടെ ജോലിയുടെ ഭാഗമായി കടന്നു പോകുന്നതാണ് ഇത്തരം സന്ദർഭങ്ങൾ, ഇത്തരം ഘട്ടങ്ങൾ. അത് എങ്ങനെ വിജയകരമായി ആശങ്കയൊന്നുമില്ലാതെ അവിടെ അകപ്പെട്ടവരെ അങ്ങേയറ്റം സുരക്ഷിതരായി എങ്ങനെ കൊണ്ടുവരാം എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ്, ആ ദൗത്യത്തിൻ്റെ മറ്റൊരു വിജയകരമായ ഉദാഹരണം കൂടിയാണ് നമ്മളിതാ ഇവിടെ ആനച്ചാലിൽ കണ്ടത്. അങ്ങനെ ആ ദൗത്യം ഒരു കഷ്ടിച്ചു 3/4 മണിക്കൂർ കൊണ്ട് ഫയർഫോഴ്സിനത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതേണ്ടത്. രാഹുൽ, അത് വിജയകരമായി അവസാനിച്ചു അല്ലേ? എല്ലാവരെയും സുരക്ഷിതരായി താഴെ എത്തിച്ചു. ഇനി അതിൻ്റെ മറ്റു നടപടികൾ മാത്രമാണ് ബാക്കിയുള്ളത് അല്ലേ? തീർച്ചയായിട്ടും മറ്റു നടപടികൾ മാത്രമാണ് താഴെയുള്ളത്. സാർ എന്താ സംഭവിച്ചതെന്നൊന്ന് ഇനി ഒരു സ്റ്റാഫ് കൂടി ഇവർ ഇറങ്ങാനുള്ളൂ. ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ട് പറയും. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റാഫ് കൂടിയുണ്ട്, ഫയർഫോഴ്സിന്റെ സ്റ്റാഫാണ്, അവർ കൂടിയാണ് താഴേക്ക് ഇറങ്ങാനുള്ളത്. ബാക്കി എല്ലാവരെയും താഴേക്ക് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നവർ തന്നെയാണ് നമ്മുടെ ഫയർഫോഴ്സ് സേനാംഗം. അതിന് നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ടത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ പ്രവർത്തനത്തിലും എല്ലാ ഇതുപോലുള്ള സന്ദർഭങ്ങളിലും അവർ ഓടിയെത്തുന്നതാണ്. ഇപ്പം നമ്മൾ ആ കുട്ടികളെ താഴേക്ക് ഇറക്കിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. നെഞ്ചോട് ചേർത്ത് 2 കുട്ടികളെയും ഇറക്കിയതാണ്. അപ്പം അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം നമ്മുടെ ഫയർഫോഴ്സ് സേനാംഗമാണ്. അവർക്ക് അഭിനന്ദനം എന്ന ഒരു വാക്കുകൊണ്ട് അവരെ അങ്ങനെ ഉയർത്തേണ്ട അല്ലെങ്കിൽ പുകഴ്ത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. എങ്കിൽ കൂടിയും പറയാതിരിക്കാൻ കഴിയില്ല. അത്രത്തോളം അവരുടെ ഒരു പ്രയത്നം അത് നമ്മളിവിടെ കണ്ടതാണ്. കൃത്യമായിട്ട് അവരെ അറിയിച്ച സമയം അവർ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി. അവർ ഒരൽപ്പം പോലും താമസിക്കാതെ അവർ ഈ സ്ഥലത്തേക്ക് എത്തി. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിന് ഈ വടം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ദൗത്യം അവർ നടത്തി. അത് കൃത്യമായിട്ട് അവർ ആ വടം മുകളിലേക്ക് ഇട്ടു. അതിനുശേഷം അതവിടെ ഉറപ്പിച്ചു. അതിനുശേഷം കൃത്യമായിട്ട് ഈ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ ചില സിപ്പ് ലൈനുണ്ട്, സിപ്പ് ലൈനിലൂടെ ആളുകളെ താഴേക്ക് ഇറക്കുന്ന വിധത്തിലുള്ള രീതിയിൽ അത് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ഫയർഫോഴ്സിന് അവരുടേതായിട്ട് രീതിയുണ്ട്. അവർക്ക് ഇങ്ങനെ കയറാനും ഇറങ്ങാനും അവർക്ക് പ്രത്യേക പരിശീലനം ലഭ്യമാക്കിയിട്ടുള്ളവരാണ്. അവർക്കത് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ രീതിയിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഉദ്യോഗസ്ഥൻ ഇറങ്ങി വരുന്ന പോലെ തന്നെ സാവധാനം താഴേക്ക് ഇറങ്ങിയാണ്. ആദ്യം ആ കുട്ടികളുടെ സംഘത്തിൽപ്പെട്ടിരുന്ന കുട്ടികളുടെ അമ്മയാണ് താഴേക്ക് ഇറക്കിയത്. പിന്നീട് ആ 2 കുട്ടികളെ നെഞ്ചോട് ചേർത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നീട് ആ കുട്ടികളുടെ പിതാവിനെ താഴേക്ക് എത്തിച്ചു. പിന്നീട് അവിടെ ഉണ്ടായിരുന്നൊരു ജീവനക്കാരി ഉണ്ടായിരുന്നു. എല്ലാവരെയും പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാവരെയും സുരക്ഷിതമായി തന്നെ താഴേക്ക് ഇറക്കി. അവസാനത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും താഴേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾ കരഘോഷങ്ങളോടുകൂടി ആ ദൗത്യം വിജയമായതിൻ്റെ ഒരു ആഘോഷം നടത്തിയതാണ്. എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞ കാഴ്ചയാണ്. വളരെ ഒരു ആശ്വാസം നൽകുന്ന ഒരു കാഴ്ചയാണ്. എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും ഇവിടെ പൂർത്തിയായിരിക്കുന്നു. മുഴുവൻ ആളുകളെയും, കുടുങ്ങിക്കിടന്ന മുഴുവൻ ആളുകളെയും സുരക്ഷിതരായി തന്നെ നമ്മുടെ ഫയർഫോഴ്സ് സംഘം താഴെ ഇറക്കിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, കയ്യടിയോടെയാണ് ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ താഴെ നിന്ന നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും സ്വാഗതം ചെയ്ത്. അത്രത്തോളം ഇത്തരം ഒരു ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഇത് മാത്രമായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പരിശീലനം ലഭിച്ച ഒരു ഫയർഫോഴ്സ് ജീവനക്കാരൻ മാത്രമേ അതിന് മുകളിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ താഴേക്ക് കൊണ്ടുവരാൻ കഴിയൂ. അതിൽ 2 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അവരെ ഇങ്ങനെ ഒക്കത്ത് അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് മാത്രമേ താഴേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട്
ആ നിലയിൽ ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുകയാണ് ഫയർഫോഴ്സിലെ ആ ഉദ്യോഗസ്ഥർ ചെയ്തത്. അതുകൊണ്ട് അവരെ കയ്യടികളോടെയാണ് താഴെ നിന്ന നാട്ടുകാരൊക്കെ സ്വാഗതം ചെയ്തത്. അതിൽ ഒരാൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഇപ്പോഴും ഈ ദൃശ്യങ്ങളിലൊക്കെ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം സംസാരിക്കുമെന്ന് കരുതാം. രാഹുൽ അദ്ദേഹത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.